ഒന്നും രണ്ടും നക്ഷത്രക്കൂട്ടത്തിൻ്റെ മീറ്റിംഗ് ജൂലൈ 4-ന് സ്വർണത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് നടന്നത്. എന്തരുൾ തളിരായി മാറുമെങ്കിൽ എൻ മനം കുയിലായി പൂക്കുമെങ്കിൽ ഈ ലോകം സ്തുതിയായി മീട്ടുമെങ്കിൽ പുറത്തെയാണെന്ന് മാത്രം അറിയാൻ വേണ്ടിക്കൊണ്ടാണ് മൂക്ക് ഈ സ്ഥാനത്തന്നെ വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത് വേറെ എവിടെയും വെക്കാം ഈ മൂക്ക്. അപ്പോൾ അതിൻ്റെ ആവശ്യം ഈ കണ്ണ് തന്നെ വെച്ചത് ഏറ്റവും മുകളിലാണ് അല്ലേ, ശരീരത്തിൻ്റെ മുകളിൽ. കാരണം ഇവിടെ നോക്കിയാൽ എല്ലാ സാധനവും കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോ അവയവങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് മനുഷ്യന് ഏതെല്ലാം വിധത്തിൽ ഉപയോഗപ്രദമാകണം എന്ന് കണക്കാക്കിക്കൊണ്ടാണ് ആ അജ്ഞാത ശക്തി, ദൈവം എന്ന് പറയുന്ന അജ്ഞാത ശക്തി നമ്മളെപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈശ്വരൻ എന്ന വാക്കുണ്ട്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി എന്നും, ശ്വ എന്ന് പറഞ്ഞാൽ ശ്വാസം, വായു, കാറ്റ്, ര എന്ന് വെച്ചാൽ കർഷണം, ചൂട്. അപ്പം നമ്മുടെ ഈ ശരീരത്തിൽ മനസ്സിനെയും ബുദ്ധിയെയും ശ്വാസത്തെയും ചൂടിനെയും നിലനിർത്തുന്ന ശക്തി ഏതാണോ ആ ശക്തിയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് വേറൊരു പ്രത്യേക ഒരാളല്ല ഇതിന് കട്ടത്. അപ്പോൾ പറയുകയാണെങ്കിൽ ഈ കാണുന്ന ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ശരീരം എന്ന് പറഞ്ഞപ്പോൾ ശരീരം നമുക്ക് രണ്ട് ശരീരമുണ്ട്. ഒന്ന് ഈ ഭൗതിക ശരീരം. ഈ എല്ലാ കാര്യങ്ങളും തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തരും. തരുണ്ടാന്ന് ദൈവം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോയിട്ട് നമ്മൾ ചിന്തിക്കരുത്. കാരണം ദൈവത്തിന് നമ്മളോട് അത് തരാനുള്ള ഒരു അർഹത നമുക്കില്ല. ആണു നീ കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ. ഖത്തറിലൊക്കെ പോയി വന്നതിന് ശേഷം നിങ്ങളോട് ഒന്നിച്ച് കൂട്ടുകൂടാനായിട്ട് പല അവസരങ്ങൾ വന്നു ചേർന്നെങ്കിലും എല്ലാ സാഹചര്യങ്ങളും കൊണ്ട് എല്ലാം മാറ്റി നമ്മുടെ യാത്ര മാറ്റി. അങ്ങനെ ഇന്നാണ് ഇപ്പോൾ ഒത്തുവന്ന ദിവസം 4-ാം തീയതി. അന്ന് ലേറ്റായിട്ടാണ് ഞാൻ എത്തിയത്. അതിന് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ മൂത്തമോള് ജയറാണിയുടെ മോള് കാരലിൻസ് സന്തോഷ്, ഇളയ മോള് കാരലിൻസ് സന്തോഷ്, എൻ്റെ വൈഫിൻ്റെ അനിയത്തി ബിന്ദു മാർക്കോസ് എന്നിവരാണ്. ഇവിടെ രാവിലെ ഞങ്ങൾ ഇറങ്ങിയതാണ്. എൻ്റെ പേര് ബിന്ദു മാർക്കോസ്. ഞാൻ പ്രൊഫഷണലി ഒരു നേഴ്സായാണ്. എന്നാൽ ഇപ്പോൾ 10 വർഷമായിട്ട് എൻജിനീയറിംഗ് കോളേജിലെ വാർഡനായിട്ട് ജോലി ചെയ്യുന്നു. ഇന്ന് ഇവിടെ വന്ന് എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ചേട്ടായി പറഞ്ഞ എല്ലാ കാര്യങ്ങളും അറിയാം നിങ്ങളെ പറ്റിയൊക്കെ. ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു. ഞാൻ ഖത്തറിലായിരുന്നു. ഞാൻ നാട്ടിലേക്ക് വന്നതാണ്. എനിക്ക് അവിടെ ഇപ്പം ലീവായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ വന്നു. ഇനി ഞാൻ ചിലപ്പോൾ ഓഗസ്റ്റിൽ സെപ്റ്റംബറിൽ അല്ലെങ്കിൽ പോകും. അച്ചാമ്മ ചേച്ചിയും കൊച്ചു ത്രേസ്യ ചേച്ചിയും വർഗീസ് കുട്ടിയും ഫാമിലിയും കൂടി മോലി ടീച്ചറുടെ വീട്ടിൽ യൂണിറ്റ് സംഗമത്തിന് ശേഷം എത്തിച്ചേർന്നപ്പോൾ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന സുന്ദരി സുന്ദരന്മാരോടൊപ്പം ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മേസി ടീച്ചറിനോടൊപ്പം, മീര ഷമിയോടൊപ്പം, റീത പോളിനോടൊപ്പം, ജെസി തോമസിനോടൊപ്പം, മാധവൻകുട്ടി സാറിനോടൊപ്പം, മജീദ് കായോടൊപ്പം, സോറാബിയോടൊപ്പം, ബേബി ജോളിയോടൊപ്പം, പ്രഭാവതി ടീച്ചറിനോടൊപ്പം, മീരയോടൊപ്പം,
റീത്ത അപ്പോളോ പറഞ്ഞതാണ്. അടുത്തത് നമ്മുടെ സ്വപ്നകുമാരിയോടൊപ്പം, മോളി ജോസിനോടൊപ്പം, അമ്പിളിയോടൊപ്പം, നമ്മുടെ ഭാരതി മുരളിയോടൊപ്പം, ഇന്ദിര, 2 ഇന്ദിരമാരോടൊപ്പം, പുതിയ ആള് ജെസി വർഗീസ്, എന്റെ പേര് തന്നെ ഇട്ടല്ലോ, റെജീന ടീച്ചറിനോടൊപ്പം, ജോളി ബേബിയോടൊപ്പം, ഏറെ സ്നേഹത്തോടെ ബിന്ദുവിനോടൊപ്പം, കരോളിനോടൊപ്പം, ഖാദറിനോടൊപ്പം, മെഴ്സി ടീച്ചറിനോടൊപ്പം ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കുത്താട്ട് വളർത്തുന്നു വർഗീസ് കുട്ടി ടീച്ചർ. ഓക്കെ, താങ്ക് യു.